കിടന്നുകൊണ്ട് വായിക്കുക, കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുക, കിടന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ കിടന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ പൊതുവെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ ശരിയാണ്. ശരിയായിട്ടും ഇതൊക്കെ വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ആക്ടിവിറ്റിയെ നശിപ്പിക്കുന്നതാണ് എപ്പോഴും ജനറലായിട്ടും കിടപ്പ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിടക്കേണ്ടതായിട്ടുള്ള സമയം കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതെന്താണ്? ഉറങ്ങാൻ നേരത്ത് കിടക്കാം, അതല്ലെങ്കിൽ സുഖമില്ലെങ്കിൽ കിടക്കാം, അതുമല്ലെങ്കിൽ മരണത്തിന് ശേഷം ഫുള്ളായിട്ട് കിടക്കാം. ഇതുകൂടാതെ കൂടുതൽ സമയം കിടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ടി വി കാണാനായാലും എല്ലാം, ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും പറ്റുകയില്ല കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് കിടന്നുകൊണ്ടാക്കി തീർക്കുന്ന ഒരു ശീലമുണ്ട് നമുക്ക്. അപ്പോൾ ഇതിനെന്താണ് നമ്മൾ ചെയ്യണം? നമ്മുടെ സ്മാർട്ട്നെസ്സിനെ, നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ ആക്ടിവിറ്റീസിനെ എല്ലാം ബാധിക്കുന്നതാണ് ചുമ്മാതുള്ള ഈ കിടപ്പുകൾ. അത് എത്ര നമ്മൾ ഇല്ലാതാക്കുന്നോ അത്രയും നമ്മുടെ ജീവിതം നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കിടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൂടാ എന്നല്ല, ഈ കിടപ്പ് ശീലം വളരെ കൂടുതലായിട്ട് വരുന്ന ഒരവസ്ഥ, അത് കൂടുതൽ കിടപ്പിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ പലപ്പോഴും കണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിയുന്നതും അത്യാവശ്യമില്ലാതെ കിടക്കാതിരിക്കുക, ആവശ്യത്തിന് കിടക്കുക, ദിവസവും പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ കിടക്കുക. അതല്ലാതെ എപ്പോഴും കിടന്നു കിടന്നാൽ അതിനുള്ള കുഴപ്പങ്ങൾ അലസത വർദ്ധിപ്പിക്കും, നമ്മുടെ സ്മാർട്ട്നെസ് കുറയ്ക്കും, നമ്മുടെ പേഴ്സണാലിറ്റി വ്യത്യാസപ്പെടും. ഇതെല്ലാം നമ്മളെ ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.